ഒരു ഇൻട്രോ കൊടുത്ത് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല. ഇവിടെ പറയാൻ വന്ന കാര്യം, എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേക്ക് ഞാൻ എക്സ്ട്രാ സ്പെഷ്യലാക്കാൻ നോക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്താലോ എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതിന്റെ സെറ്റിംഗ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചെറിയ കേക്കും മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ 1% പോലും പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ചെറിയ സെറ്റപ്പിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെറ്റപ്പ് ചെറുതാണെങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഈ ക്യാൻഡിൽ എൻ്റെ ഫ്രണ്ട് ഏതോ ഒരു ന്യൂ ഇയർ ഫ്രണ്ടിൻ്റെ ടൈമിൽ ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ പെട്ടെന്നുണ്ടായ ബർത്ത്ഡേ സെറ്റപ്പ് പ്ലാൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ സംഭവങ്ങൾ. ബർത്ത്ഡേന്റെ തലേ ദിവസമാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ അൽക്കുലത്ത് സെലിബ്രേഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഒട്ടും എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കാത്ത ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. അതിലെ ഫസ്റ്റ് തിങ് ആയിരുന്നു ഫോട്ടോഷൂട്ട് ചെയ്യല്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. 2 ടൈപ്പ് ഔട്ട്ഫിറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മെറൂണും ഒന്ന് പിങ്കും. പിങ്കാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്, മെറൂണാണ് പിന്നെ ചെയ്തത്. രണ്ടും ഞാൻ പ്ലാൻ ചെയ്തതേ അല്ല. ഫോട്ടോഷൂട്ട് തുടങ്ങിയത് തന്നെ രാത്രി 12 മണിയായി കാണും. ഒക്കെ സഡൻ ആയിട്ട് ആ ഇൻസ്റ്റൻസിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ലൈറ്റിന്റെയും ബാക്കി സെറ്റിങ്ങിന്റെയും എല്ലാ കാര്യങ്ങളും. എന്നാലും അവസാനം ഔട്ട്പുട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിടക്കാൻ ഒരു 4 മണി ആയിട്ടുണ്ട്. പോർട്രേറ്റിംഗ് ചെയ്ത് എന്റെ കാലൊരു വഴിക്കായിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സുന്ദരിയായിരിക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഒരു സ്മെല്ലടിക്കുന്നത്. ആഹാ, ചിക്കൻ ഫ്രൈ മാത്രല്ല, നല്ല കോഴിക്കോടൻ ബിരിയാണി ഉണ്ട്, നല്ല ചിക്കൻ കറി ഉണ്ട്, അങ്ങനെ എന്തൊക്കെയാ. അപ്പൊ അമ്മയും അച്ഛനും എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവരെന്നെ ശരിക്കും ഞെട്ടിച്ചു. സംഭവം അതൊന്നല്ല, എന്റെ ബർത്ത്ഡേ മാത്രല്ല റീസൺ. ശരിക്കും പറഞ്ഞാൽ അവരൊരു അച്ഛനും അമ്മയും ആയിട്ടുള്ള 28 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് മെയിൻ റീസൺ. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ബിരിയാണി. ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും ഫേവറേറ്റ് ഫുഡാണ്. കോഴിക്കോടാരായ ആരാണ് ഫേവറേറ്റ് ഫുഡ് ബിരിയാണി അല്ലാന്ന് പറയാതിരിക്കുക, അല്ലേ? എന്തായാലും ഈ ഒരു ദിവസം ബിരിയാണി വെച്ചിട്ട് എന്നെ സ്നേഹിച്ച എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് നന്ദി. എനിക്ക് ഈ വർഷം ഞാനല്ലാതെ വേറൊരാൾ എഫേർട്ട് ഇട്ട് തരുന്ന ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതാണ്. ബിരിയാണി കാണിച്ച് നിങ്ങളധികം കൊതിപ്പിക്കുന്നില്ല. എന്തായാലും ബിരിയാണി എനിക്ക് ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഹെൽപ്പും ഇതിലുണ്ടായിട്ടില്ല കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ അമ്മേൻ്റെ കൈപ്പുണ്യം സമ്മതിക്കണം. അമ്മേൻ്റെ കൈപ്പുണ്യത്തിൻ്റെ കൂടെ അച്ഛൻ്റെ സ്നേഹം കൂടി ആയാൽ അതിന് വേറെ ടേസ്റ്റ് തന്നെയാണ്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നൈസായിട്ടൊന്ന് അനിയത്തിനെ കാണാൻ വേണ്ടി പോയതാ. സർപ്രൈസ് ആക്കാന്ന് വെച്ചിരുന്നപ്പം അവളുടെ വീട്ടിൽ പോയപ്പം എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ മാതിരി അവർ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വയസ്സങ്ങോട്ട് പറഞ്ഞു. അപ്പോഴാണ് ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അവരറിയുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ ബീച്ചിൽ പോവാം, കടൽ കാണാം. ഇതാണ് കടലുണ്ടിക്കടവ് റോഡ്. ഇവിടെ കടലും പുഴയും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്. അഴിമുഖം എന്നും പറയും. നമ്മൾ ഒറ്റ മൈൻഡിൽ ഒരു വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. എന്ത് രസല്ലേ, എന്ത് ഭംഗിയാ കാണാൻ. ആസ്വദിച്ച് ആ ഒരു ഈവനിങ് ആൻഡ് സൺസെറ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള 3ാമത്തെ ഗിഫ്റ്റ്. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ കടൽ കാണാൻ. നമുക്ക് ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് 2 കണ്ണ് തന്നതിൽ ദൈവത്തിനോട് ഞാൻ നന്ദി പറയാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ കടൽ കാണാനും പോയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കടൽ. സത്യം പറഞ്ഞാൽ സന്തോഷത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു. എന്തായാലും ഐശുവിന് ഒരുപാട് നന്ദിയുണ്ട്. ബർത്ത്ഡേക്ക് ഇന്നെ കടൽ കാണിച്ചതിന് ഈ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഒറ്റയ്ക്ക് പോസ്റ്റ് അടിക്കായിരുന്നു. നമുക്ക് കടലുണ്ടി കൂടെ പോവല്ലേ? 28 ഹായ് ഗൈസ്, ഇന്നത്തെ ഈവനിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചിക്ക് 28 വയസ്സ് ആയിരിക്കുകയാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ഹൃദയ. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. താങ്ക് യു. ഇന്ന് നമ്മുടെ ചേച്ചിക്ക് 28 കണ്ട എനിക്കാണ് 28 തോന്നുമെങ്കിലും ചേച്ചിക്ക് 28 പറയണം, എന്നാലേ ഇതിൽ കേൾക്കുള്ളൂ. ആണോ? പിന്നെ അങ്ങനെ ഒന്നും കൂടി എടുക്കും. നമ്മുടെ കുറച്ച് വ്ളോഗ് എടുപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് വാക്കടവത്തേക്കാണ്. അവിടെ എത്തിയപ്പോഴേക്ക് ഇരുട്ട് മൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സൂര്യൻ മെല്ലെ പോകുന്നുമുണ്ട്. അവിടെ നല്ല മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. കടലിനടുത്ത് കാണാം. ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ആ തോണിയും ഈ ഒരു സ്പേസിനെ അത്ര മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു.
ലോകത്ത് എവിടെ പോയാലും കിട്ടാത്തൊരു സുഖം വീട്ടിലെത്തിയാലും കിട്ടുമെന്ന് പറഞ്ഞു കേൾക്കാറില്ലേ? അതേപോലെ തന്നെ എനിക്ക് ഈ സ്ഥലം എന്തൊക്കെയോ തരത്തിലുള്ള ടെൻഷനുകളുടെയും നേട്ടങ്ങളുടെയും ഇടയിൽ കൂടെ പോകുന്ന ഒരു വർഷം. ആ വർഷത്തിലുള്ള ബർത്ത്ഡേ അത്രയും പീസ്ഫുള്ളായി നിൽക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ പീസ്ഫുൾ മാത്രമല്ല, അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാൻ ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ കടൽ കണ്ടത് തന്നെയാട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാത്തിനും നല്ല മധുരമായിരിക്കും. അതേമാതിരി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിസിറ്റ് ആയിരുന്നു ഞാൻ ഈ കടൽ കാണാൻ പോയത്. അതുകൊണ്ട് തന്നെ ഇരുട്ട് കൂടി വന്ന് രാത്രി ആയതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓണായി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ശരിക്കും റിയലൈസ് ചെയ്തത്, ഓ രാത്രിയായി എന്ന്. സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആയിട്ടും സൂര്യൻ പോയിട്ടൊന്നുമില്ല. സൂര്യൻ അത്രയും ജ്വലിച്ച് നിൽക്കാണ്, നല്ല ഓറഞ്ച് കളർ. അങ്ങനെ കുറേ നേരം കടൽ കണ്ടങ്ങനെ ഇരുന്നു, കടലിൽ കളിച്ചു, കടലിൽ വീണുപോയി. ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും പ്രധാനം സമാധാനമാണെന്ന് ഞാൻ പഠിച്ചു വരുന്ന കാലമാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റ്സ് ഒക്കെ എനിക്ക് എത്രത്തോളം വലുതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. അതിനേക്കാൾ ഉപരി കടൽ കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നമ്മൾ രണ്ടാളും കൂടിയാൽ അടിപൊളിയാണ്. ഞാനും അവളും ചേച്ചി അനിയത്തിനേക്കാൾ ഉപരി എന്തോ ഒരു നല്ലൊരു ബോണ്ട് ഞങ്ങൾക്കിടയിലുണ്ട്. അയ്യോ, അടുത്ത സർപ്രൈസിനുള്ള സമയമായി. ദേ നമ്മുടെ സ്വിഗ്ഗി ബോയ് എത്തിയിട്ടുണ്ട്. അത് സ്വിഗ്ഗി ബോയ് എന്നല്ല കേട്ടോ, എൻ്റെ അനിയനാണ്. അതായത് എൻ്റെ കണ്ണമോൻ ഐശുവിൻ്റെ അനിയൻ അഭിഷേക്. ഐശുവിന്റെ പ്ലാൻ പ്രകാരം എനിക്ക് സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ കേക്ക് വാങ്ങി വന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. അവള് പ്ലാൻ ചെയ്തത് കടൽ തീരത്തിരുന്ന് മുറിക്കാന്നായിരുന്നു. പക്ഷെ അപ്പോഴേക്കും നല്ല ഇരുട്ടായപ്പോ ഞങ്ങൾ ഒരു ലൈറ്റുള്ള കടേന്റെ ഫ്രണ്ടിൽ നിന്നാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ചെറിയ ജാർ കേക്ക് ആണെങ്കിലും ഇതിൽ നിറച്ച് സ്നേഹമാണുള്ളത്. ഇത്രയും നല്ലൊരു സർപ്രൈസ് തന്ന് എന്നെ സന്തോഷിപ്പിച്ച എൻ്റെ ഐശോനും കണ്ണനും ഒരുപാട് താങ്ക്സ്. നമ്മുടെ ചുറ്റിനും നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ടാകുമ്പോഴും നമുക്ക് സ്നേഹിക്കാൻ ആൾക്കാരുണ്ടാകുമ്പോഴും തന്നെയാണ് ലൈഫ് ബ്യൂട്ടിഫുൾ ആവുന്നത്. ഇവർ ഞാൻ ചൂസ് ചെയ്ത ഫാമിലിയല്ല, ദൈവം എനിക്ക് തന്നെ എൻ്റെ സ്വന്തം ഫാമിലിയാണ്. അപ്പോൾ കലാപരിപാടിയൊക്കെ തീർത്ത് ഇറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയെങ്കിലും നമുക്ക് വേറൊരു മെയിൻ പരിപാടി ബാക്കിയുണ്ടായിരുന്നു. അടുത്ത ദിവസം എൻ്റെ പാപ്പൻ്റെ ആർക്കിടെക്ചറൽ ഫേം ആയിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ ഇതൊക്കെ അറിയുന്നതെങ്കിലും ഞങ്ങളായിരുന്നു ഡെക്കറേഷൻ്റെയൊക്കെ മെയിൻ സാരഥികൾ. അതുകൊണ്ട് തന്നെ പേർച്ചേസൊക്കെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ബാക്കിയുണ്ടെന്നല്ല, പേർച്ചേസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ പേർച്ചേസിലേക്ക് അങ്ങോട്ട് കടന്നു. നമ്മൾ മണ്ണൂരുവളവും ഫറോക്കൊക്കെ പോയിട്ട് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു ഓൾമോസ്റ്റ് റെഡി ആയതിനു ശേഷം നേരെ പാപ്പൻ്റെ ഓഫീസിലേക്ക് വിട്ടു. വാക്കടവിലെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ കടലുണ്ടി വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഫുള്ള് വഴിയോര കച്ചവടക്കാരായിരുന്നു. ലൈറ്റൊക്കെ വെച്ച് കടലുണ്ടി ഫുള്ള് ഓണായിരുന്നു. എന്താ പരിപാടി എന്നല്ലേ? 2 ദിവസം കഴിഞ്ഞാൽ വാവുത്സവമാണ്. ദീപാവലിയും വാവുത്സവ തലേന്നായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ലൈറ്റൊക്കെ വെച്ച് വർണ്ണ ശബളമാണ്. അവോക്കിയൊക്കെ കണ്ടില്ലേ? അവോക്കി ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ഓഡിറ്റോറിയമാണ്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് പാപ്പന്റെ ഷോപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റ് ആക്കി ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ടയേർഡായിരുന്നു. ഞാൻ ഇന്നലെ 4 മണിക്കാണ് ഉറങ്ങിയത്, പറഞ്ഞതല്ലേ, ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടെ. അതേപോലെ ഐഷും നല്ല ലേറ്റായി ഉറങ്ങാന്ന് പറഞ്ഞു. അവളുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു.
എന്നാലും ഇതൊക്കെ ഒരു രസം തന്നെയല്ലേ. അദ്വൈതൊഴിച്ച് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പാപ്പൻ ആദ്യനെയും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഡെക്കറേഷൻ എങ്ങനെ ചെയ്യണമെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. പിന്നെ പിൻട്രസ്റ്റ് കണ്ട ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ബലൂൺസ് വാങ്ങിച്ചു. പിന്നെ ഒക്കെ അപ്പം മനസ്സ് തോന്നിയ ഐഡിയ വെച്ചിട്ട് മിനിമൽ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐഷു ഡൗൺ ആയി, അതാണ് അവൾ അവിടെ പോയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്വന്തം എന്ന് പറയാനൊരു സ്പേസ് കൂടിയായി. ഇങ്ങനെ ഒരു ഷോപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് ചുമ്മാ കയറിപ്പോയി ഇരിക്കാമല്ലോ, അത്രയും സ്വാതന്ത്ര്യത്തോടെ. അടുത്ത ദിവസം രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം. അതിനു മുന്നേ തീർത്ത് കൊടുക്കണം. എന്ത് ചെയ്യും, എങ്ങനെയാവും, എന്ത് സെറ്റാവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ ഒരൊറ്റ വാള് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. നമ്മളിവിടെ ഷോപ്പിന്റെ ഉള്ളിലുള്ള ധൈര്യത്തിൽ അച്ഛനും പാപ്പനും ഒക്കെ വേറെ എവിടേക്കോ എന്തൊക്കെയോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു 11 മണി ആയ സമയത്ത് ഐഷു പറഞ്ഞു അവൾക്ക് തീരെ വയ്യ, അവൾക്ക് വീട്ടിൽ പോകണം. എൻ്റെ വീട്ടിൽ പോകണം, അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ പോയിക്കോ, ഞാൻ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. പക്ഷെ അവൾക്ക് ഒരേ നിർബന്ധം ഞാനും കൂടെ വരണം. ഇവിടെ വണ്ടീന്റെ പിറകിൽ ഇരുന്നോണ്ടിരിക്കുമ്പോ അയ്യോ ഇവക്ക് പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ള ടെൻഷനായിരുന്നു. അതിന് പുറമെയുള്ള വേറൊരു ടെൻഷൻ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ബർത്ത്ഡേന്റെ പോസ്റ്റ് 12 മണീന്റെ മുന്നേ ഇടണമെന്നുണ്ടായിരുന്നു. അവള് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുമ്പോഴേക്ക് ഞാൻ ആ പോസ്റ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ വീട്ടിലോട്ട് പോയിട്ട്. വീട്ടിലെത്തിയപ്പോ ഒന്നും പറയണ്ട, ബഡാ സർപ്രൈസ് തന്നെ. ഇതായിരുന്നു എന്റെ 5ാമത്തെ ആൻഡ് ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. Happy birthday to you, Titi. Happy birthday to you. May God bless you. May God bless you. അത് തുറന്നു നോക്ക്, അത് ആരോ അവർക്ക് തന്നു ഗിഫ്റ്റാ. അങ്ങനെ തന്നെ പറയണായിരുന്നില്ലേ? സർപ്രൈസ്. ചേച്ചിന്റെ ഫ്രണ്ടാണല്ലോ. തുറന്നു നോക്ക്, ഇവിടെ വെച്ച് തുറന്നു നോക്ക്. അതെ അയ്യോ കള്ളങ്ങൾ. അയ്യോ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ്. ഇംഗ്ലീഷ് 2016 കണ്ടുമുട്ടിയതാണ് ഞാൻ അവളെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. ദ മോസ്റ്റ് പ്രഷ്യസ് ഫ്രണ്ട്ഷിപ്പ് ഓഫ് മൈ ലൈഫ്. ഒരു 4 വർഷക്കാലം ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് ഉറങ്ങി, ഒരുമിച്ചുണ്ട്. താങ്ക് യു ഡി. ഈ ഗിഫ്റ്റ് എനിക്ക് അത്രയും സ്പെഷ്യലാണ്. ആൻഡ് ഈ ഒരു മൊമെന്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കി തീർത്തതിന്, ഇങ്ങനെ ഒരു സർപ്രൈസ് തന്നതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യു. ഈ എഫേർട്ടൊക്കെ എടുത്ത് നീ ഇങ്ങോട്ട് ഒരു ഗിഫ്റ്റ് സെൻഡ് ചെയ്യുന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എനിക്ക് ആദ്യമായിട്ട് ആ ഹാമ്പറൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നത്. അതിനുപരി ഈ ഹാമ്പറിന്റെ കളർ തീം തൊട്ടിട്ട് അതിലെ ഓരോ വരിയും എനിക്ക് അത്രയും ആ മൊമെന്റിൽ ഈ ഫോട്ടോ കണ്ടപ്പോ ഞാൻ ശരിക്കും ഇമോഷണൽ ആയിട്ടോ. എന്റെ സൗണ്ട് ഇടർന്നത് കേട്ടാൽ അറിയാം. കേക്ക് നമ്മൾ ലോക്കൽ കേക്ക് പച്ചക്കറി നമ്മളങ്ങനെ മറ്റേ ചിന്ത ദിവസമൊക്കെ വരുള്ളൂ, ദിവസവും അങ്ങനെയൊക്കെ ഇന്നലെ രാത്രി ഞാൻ സെറ്റാക്കി കിറ്റ്കാറ്റ് ഇവൻ അടിച്ചു മാറ്റി. അതിന്റെ കച്ചറ ഞങ്ങൾ തീർക്കുന്നുണ്ടായിരുന്നു. അത് തീർക്കാനാ തോന്നുന്നു അവന്റെ വക കിറ്റ്കാറ്റും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതും വേറെ ഒരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ എന്റെ 6ാമത്തെ സർപ്രൈസ് ആണ് ഇത്. 6th സർപ്രൈസും ഭയങ്കര വാല്യുബിൾ ആട്ടോ. കാരണം ഇവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ കിട്ടാന്ന് വെച്ചാൽ അത് ഭയങ്കര പ്രഷ്യസ് ആണ്. ഹരിതേന്റെ കാര്യം പറയുകയാണെങ്കിൽ അവള് തന്നിട്ടുള്ള ലെറ്റർ അപ്പൊ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടായില്ല. കാരണം ഞാൻ ഇമോഷണൽ ആവും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ആയിട്ട് വായിക്കാന്ന് വിചാരിച്ചു. Hey Siri, please play Happy Birthday song. Please play Happy Birthday song. To you. Happy birthday to you. Happy birthday to you. Happy
ബർത്ത്ഡേക്ക് കൊണ്ടുവന്നതിന് അമ്മയ്ക്ക്. ഇങ്ങനെ ഒരു മൊമെന്റ് ഒരുക്കിയതിന് ശരിക്കും ഹരിതേനോട് താങ്ക്സ് പറയണ്ടേ. അവളുടെ ഈ ഗിഫ്റ്റും കൂടെ ആയപ്പോഴായിരിക്കും അദ്വൈതിന് ഇങ്ങനെ ഒരു കേക്ക് വാങ്ങിക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും. ശരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ എൻ്റെ സറൗണ്ടിങ്ങിൽ നടന്നിട്ടുള്ള കൊച്ചു കൊച്ചു തമാശകളൊക്കെ ഞാൻ അറിയും. ഞാൻ ആ സമയം എൻ്റെ തന്നെ ഒരു വേൾഡിലായിരുന്നു. എനിക്ക് ആ റിയാലിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ ഇത്രയും വാല്യുബിൾ ആണോ മറ്റുള്ളവർക്ക് എന്ന് തോന്നിപ്പോയൊരു നിമിഷമായിരുന്നു. ഡൗട്ടാണോ സന്തോഷമാണോ വേറെ എന്തെങ്കിലും ഫീലിംഗ് ആണോ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ മൊമെൻറ്റിൽ ഇൻവോൾവ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അത് വേറെ എന്തോ തരത്തിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാവുന്നതിനേക്കാളും അപ്പുറമായിരുന്നു. പിന്നെ വേറെ ടെൻഷനും ഉണ്ടായിരുന്നു. നമ്മൾ ഇനാഗ്രേഷൻ്റെ ഡെക്കറേഷനും ഒന്നും എത്തിയിട്ടില്ല. അപ്പോഴാണ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് അതെല്ലാം തീർത്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു ഹറിബറിയിലും കൂടിയായിരുന്നു ഞങ്ങളിപ്പോൾ ഉള്ള കലവിലായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങൾ. അമ്മയ്ക്ക് എന്തിനും കുറേ സംസാരങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അത് കേട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സുഖം വരില്ല. ശരിക്കും കീനായി ഒബ്സർവ് ചെയ്താൽ ഒരുപാട് നല്ല തമാശ മൊമെന്റ്സും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഫൺ മൊമെന്റ് ആയിരുന്നു ഇത്. ഞാൻ അച്ഛനെ കേക്ക് കൊടുത്താട്ടോ. ഇപ്പൊ കാണാം അച്ഛന്റെ കെയറിങ് ആൻഡ് ഷെയറിങ് മെന്റാലിറ്റി. ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ആ വീഡിയോയിൽ എന്നെ കണ്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ആതിര വിളിച്ചിട്ടുണ്ടായി. അവള് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. കുറച്ചു നേരം സംസാരിച്ചു. എന്തായാലും ഞങ്ങൾക്ക് തിരിച്ച് ഷോപ്പിലേക്ക് പോകണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. ഞാനായിട്ടൊരു സ്റ്റോറി ഇട്ടതിന് ശേഷം ബാക്കി ഫ്രണ്ട്സ് ഷെയർ ചെയ്ത സ്റ്റോറിയൊക്കെ റീഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞു. സമയം കണ്ടോ 11:47. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കംപ്ലീറ്റ് ആവാനായി. താങ്ക് യു ഗോഡ്, താങ്ക് യു സോ മച്ച്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ബർത്ത്ഡേ. എൻ്റെ പല വർഷത്തെയും ബർത്ത്ഡേസിന് പല കഥകളായിരിക്കും പറയാനുണ്ടാവുക. ഈ വർഷവും പറയാൻ ഒരുപാട് കഥകളുണ്ട്. അപ്രതീക്ഷിതമായി നടന്നിട്ടുള്ള കാര്യങ്ങളായെല്ലാം. അതുകൊണ്ട് തന്നെ അതിന് 4 ഇരട്ടി മധുരമാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയാ ഇന്ന് നടന്നിട്ടുള്ളതെന്ന്. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇന്നത്തെ ദിവസം ഭയങ്കര പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആയിരുന്നു. ബാക്കി എനിക്ക് കിട്ടിയതെല്ലാം ബോണസ് ആയിരുന്നു. അങ്ങനെ ഒരുവിധം പരിപാടികളെല്ലാം തീർത്തിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയായി. ഇനിയിപ്പോൾ നാളെ നേരത്തെ വരേണ്ട ഡ്യൂട്ടി എനിക്കാണ്. ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ പോലെ ബലൂൺസ് സെറ്റ് ചെയ്യണം, പിന്നെ റിബണും സെറ്റ് ചെയ്യണം. ഇതെല്ലാം നാളെ രാവിലെ വന്നാലേ നടക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാനായി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയും തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്നു. അത് നമുക്ക് സന്തോഷം മാത്രം തരുന്നു. എത്ര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും നമ്മുടെ ലൈഫ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ബർത്ത്ഡേ. കടൽ പോലെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് മഴ. അപ്പം മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അതോടെ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയി. അപ്പോൾ ശരി, ബൈ.